നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ചുറ്റും പല വിസ്മയങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതിൽ ചില സംഭവങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കാറുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ സംഭവങ്ങൾ വല്ലാതെ ആഴ്ന്നിറങ്ങാറുണ്ട്. അത്തരമൊരു ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ് 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ സംഭവിച്ചത്. ആമിന എന്ന് പറയുന്ന ഒരു സഹോദരിയും ഒരു നായയും തമ്മിലുള്ള, നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തുന്ന ഒരു നായയല്ല, ഒരു തെരുവു നായ. ആമിന എന്ന് പറയുന്ന സഹോദരിയും ആ തെരുവു നായയും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത്. ഈ ഒരു സംഭവം ഒരുപാട് സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട്. മനുഷ്യന്മാർ നന്ദിയില്ലാത്തവരും ക്രൂരന്മാരുമായി പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചിന്തിക്കേണ്ട, ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണിത്. ഈ ഒരു സംഭവം പറയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറുന്ന ആ ഒരു വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ ഒരു ഫുട്ടേജ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു ഖബർസ്ഥാനിൽ ഒരു ഖബറിന് സമീപത്തായി ഒരു തെരുവുനായ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ തെരുവുനായ ഏറ്റവും കൂടുതലും സ്നേഹിച്ച ഒരു സഹോദരിയാണ് ആ ഖബർസ്ഥാനിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ തെരുവുനായ ആ ഖബറിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. ഈ നായ കുറഞ്ഞ ദിവസം കൊണ്ട് അവിടുത്തെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞു. ആ നായ ഇപ്പോൾ ആ നാട്ടിലെ വലിയ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. ഇക്കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 18/4/2026 പരേതനായ വലിയ പീഡിയക്കൽ അലവിക്കുട്ടിയുടെ ഭാര്യയായ ആമിന എന്ന് പറയുന്ന സഹോദരി മരണപ്പെടുകയാണ്. തികച്ചും ആകസ്മികമായ ഒരു മരണമായിരുന്നു അത്. പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. മകളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയതാണ് ഈ ആമിന താത്ത. അവിടേക്ക് പോയ ആമിന താത്ത ആ വിരുന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചു മരുമകൻ്റെ കൂടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ തിരക്കും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഈ സഹോദരൻ ആ ഉമ്മയെ ഗേറ്റിനടുത്തേക്ക് ഇറക്കിയിട്ട് തിരിച്ചു മടങ്ങി. പക്ഷെ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ആ ഗേറ്റിൽ നിന്നും ആ വീട്ടിലേക്ക് പോലും പടിയെടുത്ത് വയ്ക്കാൻ ആ ഉമ്മാക്ക് സാധിച്ചില്ല. ആ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ ഇവർ അവിടെ വെച്ച് കുഴഞ്ഞു വീണു. പക്ഷെ ഉമ്മയെ സുരക്ഷിതമായി അവിടെ ഇറക്കി വിട്ട് തിരിച്ചു പോയ ആ സഹോദരൻ അറിയുന്നില്ല, ഇവരവിടെ കുഴഞ്ഞു വീണ കാര്യമൊന്നും അറിയുന്നില്ല. അവർ മാത്രമല്ല, വീട്ടുകാരും കുടുംബക്കാരും ഒന്നും ഈ സംഭവം അറിയുന്നില്ല. ഇവർ കുഴഞ്ഞു വീഴുന്ന ആ സമയത്ത് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അതും അറിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് മേൽപ്പറഞ്ഞ തെരുവുനായ അവിടേക്ക് കടന്നു വരുന്നത്. ആ തെരുവുനായ നോക്കുന്ന സമയത്ത് അമിനത്താത്ത ഇങ്ങനെ താഴേക്ക് കുഴഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് തെരുവുനായ എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വഴിയിലൂടെ പോകുന്ന ആളുകളെ കടിക്കാൻ വേണ്ടി പിന്നാലെയോടുന്ന, മദ്രസയിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികളെയൊക്കെ കടിക്കാൻ വേണ്ടി പിന്നാലെ പോകുന്ന തെരുവുനായകളാണ്. എന്നാൽ ഈ പറയപ്പെടുന്ന തെരുവുനായ ആ സഹോദരിയെ കടിച്ചു കീറാൻ വേണ്ടി വന്നതല്ല. നായയാകട്ടെ അതിനെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഈ സംഭവം എത്രയും വേഗം അവിടെയുള്ള നാട്ടുകാരെയും മറ്റുമൊക്കെ അറിയിക്കാൻ വേണ്ടി ഉച്ചത്തിലൊക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങി. അസാധാരണമായ കുരച്ചുകൊണ്ട് ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഈ നായയുടെ ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് അവിടെയുള്ള നാട്ടുകാരും അയൽവാസികളും എല്ലാം അവിടേക്ക് ഓടിക്കൂടി എത്തിയത്. അവർ വരുന്ന സമയത്ത് കാണുന്നതാകട്ടെ ആമിനത്താത്ത അവിടെ ഇങ്ങനെ കുഴഞ്ഞു വീണ് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ എല്ലാവരും ആ സഹോദരിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നോക്കിയെങ്കിലും ആ സഹോദരി മരണപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ആ തെരുവുനായ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ നായ ശ്രദ്ധാകേന്ദ്രമായി മാറി. മയ്യത്ത് പള്ളിയിലേക്ക് എടുത്തപ്പോൾ ഖബർസ്ഥാൻ വരെ അനുഗമിച്ച ആ നായ കബറടക്കം കഴിഞ്ഞ് വീട്ടുകാർ മടങ്ങി പോകുന്നതുവരെ ആ ഖബർസ്ഥാനിൽ തന്നെ നിലയുറപ്പിച്ചു. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ 3 ദിവസമായി ഓരോ പ്രാവശ്യവും മക്കളും പേരമക്കളും പള്ളിയിൽ വരുന്ന സമയത്ത് അവരുടെ കൂടെ ഈ നായയും പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് വരാറുണ്ട്. എന്നിട്ട് ആമിനത്തയുടെ ആ ഖബറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ഖബർ സന്ദർശനം കഴിഞ്ഞ് വീട്ടുകാർ മടങ്ങുന്നത് വരെ അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നു. നോക്കൂ, ആമിനത്ത വളർത്തുന്ന നായയല്ല ഇത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നായയ്ക്ക് ഇത്രത്തോളം ആമിനത്തയുടെ സ്നേഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവസവും ആമിനത്ത ഈ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അത്രേ. അതിനുള്ള നന്ദിയാണ് ആ നായ ആ ഉമ്മയോട് കാണിക്കുന്നത്. നോക്കൂ, മനോഹരമായ ഒരു അധ്യാപനം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളുടെ കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാണ് പറഞ്ഞത്, മനുഷ്യനോട് കരുണ കാണിക്കുക എന്നല്ല. ഭൂമിയിലുള്ള സകല ചരാചരങ്ങളോടും നിങ്ങൾ കരുണ കാണിക്കുക. മൃഗങ്ങൾക്കും പക്ഷികളും ഉൾപ്പെടെ എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കുക. നോക്കുക, ഉമ്മയുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ വലിയൊരു കാരുണ്യമുണ്ടായിരുന്നു. അവർ അതിന് ആഹാരം നൽകി. മറ്റാരും കാണാതെ, ഒരു പരസ്യത്തിന് മുതിരാതെ അവർ നൽകിയ ആ ഒരു പിടി ആഹാരം അള്ളാഹുവിൻ്റെ അടുക്കൽ എത്ര വലിയ സ്വതക്കയായാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യന്മാർ പലപ്പോഴും നന്ദി മറക്കുന്നവനാണ്. എത്ര നന്മ ചെയ്താലും സ്വാർത്ഥത വരുമ്പോൾ അവനെല്ലാം മറക്കാറുണ്ട്. എന്നാൽ 10 പിരിയത്തെ ഈ നായ, ആ നായ ഒന്ന് നോക്കൂ. ആമിനത്ത കുഴഞ്ഞു വീഴുന്ന സമയത്ത്
അവരുടെ ബന്ധുക്കളും വീട്ടുകാരും പോലും അറിയാതിരുന്ന ആ സമയത്ത് ആ നായ ആ സഹോദരി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. താൻ വിശന്നിരിക്കുന്ന സമയത്ത് തനിക്ക് ആഹാരം തന്ന ആ സഹോദരിയോട് നന്ദിയും കൂറും കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ദാഹിച്ചു വലഞ്ഞ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ വേശ്യയായ ഒരു സ്ത്രീക്ക് അള്ളാഹു സ്വർഗം നൽകി എന്നുള്ള മനോഹരമായ ഒരു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം നൽകാതെ പീഡിപ്പിച്ച ഒരു സ്ത്രീ നരകാവകാശിയായെന്നും നാം എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ചെയ്യുന്ന നന്മകൾ അതെത്ര ചെറുതാണെങ്കിലും നിസ്സാരമായി കാണരുത്. നമുക്കറിയാം, പലപ്പോഴും ചില ആളുകൾ ഈ മുസ്ലിമീങ്ങളും നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായി പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. മുസ്ലിമീങ്ങൾക്ക് നായകൾ നിഷിദ്ധമാണ്, ഹറാമാണ് എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ, യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അതിനൊക്കെ വളച്ചൊടിക്കാറുണ്ട്. പക്ഷെ നായ യഥാർത്ഥത്തിൽ ഒരിക്കലും ഇസ്ലാമിൽ ഹറാമല്ല. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ജീവി കൂടിയാണ് നായ എന്ന് പറയുന്നത്. അതിൻ്റെ സത്യം മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരമായി വളച്ചൊടിക്കുന്നത്. ഇത് പറയുന്ന സമയത്താണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ മറ്റൊരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഒരു നായയുടെ തൊണ്ടയിലേക്ക് ഒരു എല്ല് കുടുങ്ങിയ സമയത്ത് ആ നായയുടെ വായിൽ നിന്നും ഒരു മുസ്ലിമായ ഒരു സഹോദരി ആ എല്ലിനെ എടുത്തു കളയുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. അത് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വലിയ രീതിയിൽ വൈറലായി മാറി. തൻ്റെ ജീവൻ രക്ഷിച്ച ആ സഹോദരിയോട് ആ നായ പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി ആ വീട്ടിലേക്ക് വരുന്ന ആ ഒരു കാഴ്ച അന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരുടെയും ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒന്നായിരുന്നു. നോക്കൂ, അനീതികളും അക്രമങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, മനുഷ്യന്മാർ നിസ്സാരം പോലെ മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച തൻ്റെ സ്വന്തം മാതാവിനെ പോലും കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഈ മക്കളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, മദ്യത്തിനും ലഹരിയിലുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ തെരുവുനായ, നമ്മളെല്ലാവരും നിസ്സാരമായി കാണുന്ന ഒരു തെരുവുനായ നൽകുന്നത് വലിയ ഒരു സന്ദേശമാണ്. ഇതിൽ നിന്നും ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. സ്നേഹത്തിന് ഭാഷയില്ലെന്നും നന്ദിക്ക് അതിർവരമ്പുകൾ ഇല്ലെന്നും പത്തപ്പെരിയത്തെ പെരുവിൽക്കുണ്ടിലെ ഈ കാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്നെ പോറ്റി വളർത്തിയ യജമാനനല്ല, മറിച്ച് വിശന്നു തളർന്നു വന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം നൽകിയ ആമിനത്ത എന്ന ഉമ്മയുടെ ഖബറിനരികെ കണ്ണീരോടെ കാവലിരിക്കുകയാണ് ഈ തെരുവുനായ. മരണം കവർന്നിട്ടും ആ ഉമ്മ നൽകിയ സ്നേഹത്തിന്റെ തണൽ തേടി അവൻ അവിടെ തന്നെ തുടരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പത്തപ്പിരിയത്തെ വലിയ പീഡിയക്കൽ അലവിക്കുട്ടിയുടെ ഭാര്യ ആമിനയുടെ അപ്രതീക്ഷിത മരണം. മകളുടെ വീട്ടിൽ നിന്നെത്തിയ ആമിനത്തെ മരുമകൻ വീടിന് മുന്നിലെ ഗേറ്റിൽ ഇറക്കി മടങ്ങിയിരുന്നു. എന്നാൽ വീട്ടുമുറ്റത്തെത്തും മുൻപേ അവർ കുഴിഞ്ഞു വീണു. ആ ഇരുളിൽ ആരും അതറിഞ്ഞില്ല. പക്ഷെ വിശന്നു വരുമ്പോൾ തനിക്ക് അമൃതുപോലെ അന്നം തരാറുള്ള ആ ഉമ്മ വീണുകിടക്കുന്നത് കണ്ടപ്പോൾ ആ തെരുവ് നായ്ക്ക് മിണ്ടാതിരിക്കാനായില്ല. അവൻ ഉറക്കെ നിലവിളിച്ചും വെപ്രാളത്തോടെ ഓടി നടന്നും അയൽവാസികളെയും വീട്ടുകാരെയും വിവരമറിയിച്ചു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷെ ആ നായയുടെ കാവൽ അവിടെ തീർന്നില്ല. ആമിനത്തയെ അവസാനമായി പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വിലാപയാത്രയ്ക്കൊപ്പം ഒരു നിഴലായി അവനുമുണ്ടായിരുന്നു.